നമസ്തേ, പുതിയൊരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കടം വിട്ടുമാറുന്നില്ല. അതിനെന്താണ് കാരണം? എന്തുകൊണ്ട് നമുക്ക് കടബാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം കടബാധ്യതകൾ നമുക്ക് പല രീതിയിൽ വരാം. പല രീതിയിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തെറ്റായ ഒരു സ്ഥലത്ത് തെറ്റായ ഒരു സമയത്ത് അറിഞ്ഞുകൂടാത്ത ഒരു ബിസിനസ് ചെയ്താൽ ഒരുപക്ഷെ കടം വരാം. അതുപോലെ നമ്മൾ ഒരു വലിയൊരു എമൗണ്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ കടം വരാം. അതൊക്കെ കടം വരാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ വാസ്തുപ്രകാരം എങ്ങനെ വരാം എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഷേപ്പാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. വീട് എങ്ങനെയായിരിക്കണം? സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം. ഇതിൽ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗം യാതൊരു കാരണവശാലും മിസ്സാകാൻ പാടില്ല. മിസ്സാകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കു പടിഞ്ഞാറ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട് പണിയാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട് പണിഞ്ഞാൽ എന്ത് ചെയ്യും? കയ്യിലുള്ള പൈസയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എത്ര പൈസ വന്നാലും ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്നൊരവസ്ഥയായിരിക്കും. കയ്യിൽ പൈസ കാണില്ല. ഇനി മറ്റ് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് കടം വരാനായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇനി വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഉള്ള നിർമ്മിതി വളരെ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ കടം വരാനായിട്ട് വേറൊരു വഴി അന്വേഷിക്കേണ്ട കാര്യമില്ല. തെക്ക് കിഴക്ക് ഭാഗം, ഇതാണ് സൗത്ത് ഈസ്റ്റ് ഭാഗം. ഇവിടെ നമുക്ക് ഒരു സെപ്റ്റിക് ടാങ്ക്, ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴി, ഇവിടെ ഈ പറയപ്പെടുന്ന 45 ഡിഗ്രിക്കകത്ത് ഈ കറക്റ്റ് മൂലയിൽ തന്നെ വരണമെന്നില്ല, ഇവിടെ നിന്ന് ഒരു 5 അടി മാറിയിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ്. ഇതല്ല വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ്. ഇതൊന്നുമല്ലെങ്കിൽ വീട് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ വീടിന്റെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുത്ത് നോക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ നമുക്ക് റൂമുകളില്ല. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കടബാധ്യത വരാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാണ് എന്തൊക്കെ കാരണത്തിൽ കടബാധ്യത വരാം. ഒന്ന്, തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ, അതായത് വീട് പണിയുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ മൂല ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പൈസ എത്ര വന്നാലും നിൽക്കില്ല. ഇരട്ടി ചെലവുണ്ടാവും. ഇരട്ടി ചെലവുണ്ടാകുമ്പോൾ എന്ത് വരും? കടം ഉണ്ടാവും. ഈ ഭാഗം ഇങ്ങനെ വീട് കാണും. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് ഫുങ്ഷുയിൽ സമ്പത്തിന്റെ ദിക്കാണ്. ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ ഒരു സെപ്റ്റിക് ടാങ്കോ, അതല്ലെങ്കിൽ തെക്ക് കിഴക്കെന്ന് പറയുന്ന ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെയെങ്കിലും വീടിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് വരികയോ ഇതൊന്നും വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും കടബാധ്യതകൾ വരാം. അപ്പൊ കടബാധ്യതകൾ വരാനുള്ള 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 2 കാരണങ്ങൾ കൂടെ പറയാം. നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരും, ആരായാലും ലോകത്ത് എവിടെ ആയാലും, നമ്മൾ ഒരു ബിൽഡിംഗ് പണിഞ്ഞ് അതിൻ്റെ ഓപ്പണിങ്ങിന്റെ അന്ന് മുതൽ, അതായത് വീടാണെങ്കിൽ അതിൻ്റെ ഹൗസ് വാമിങ്ങിന്റെ അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വരും. 2 നമ്പറുകളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇതുണ്ട്. വീടിന്റെ ഓരോ ദിക്കിലും 2 നമ്പറുകളുണ്ട്. ഇതിനെ നക്ഷത്രങ്ങൾ എന്ന് പറയും. ഈ നക്ഷത്രങ്ങൾ വീടിന്റെ സ്വഭാവം നിർണ്ണയിക്കും. ഇത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ചില കണക്കുകൾ ആ വീട്ടിൽ നിന്ന് എടുത്ത് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വീതം വരും. ഇപ്പൊ ഉദാഹരണത്തിന് 7-9 ആണ്. വാതിൽ വന്നിരിക്കുന്ന നക്ഷത്രം 9-7 ആണ്. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ വീടിന്റെ ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ വന്ന് 3-4-4-3, അടുത്തത് 6-1-1-6. ഇത് കൃത്യമായിട്ടുള്ള നക്ഷത്രങ്ങളൊന്നും അല്ല ഞാൻ എഴുതുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നക്ഷത്രങ്ങൾ എഴുതിയിരിക്കുന്നതുണ്ട്. ഇതിപ്പോൾ ഈ നമ്പറുകളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പടിഞ്ഞാറ് വശത്ത് ഇവർക്ക് ഒരു ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക. ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് പറയുക. എല്ലാ വീട്ടിന്റെ പടിഞ്ഞാറ് വശത്ത് ഈ നമ്പർ എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ ദിക്കോ ദർശനമോ ഏതോ ആയിക്കോട്ടെ, വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന നമ്പറുകൾ 5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ റൂമിൽ കിടക്കുന്നവന് സർവ്വതും നഷ്ടപ്പെട്ട് കടക്കാരനായിട്ട് പോകും. കടമെന്നല്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ പറ്റുമോ? പറ്റില്ല. ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്ത് അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് എടുത്തിട്ട് അവരടുത്ത് വീട്ടുകാരടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ ഈ റൂമിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടും ആണ് സാറേ, ഈ വീട്ടിൽ കയറി അന്ന് മുതൽ നമ്മൾ ഈ റൂമിലാണ്, പക്ഷെ മൊത്തം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. കാരണം ഈ സ്റ്റാർ ആണ് അവരെ ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോയത്.
ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഒരു 9-7 കോമ്പിനേഷൻ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വീടിന്റെ എൻട്രൻസ്. ഇതെല്ലാം ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം 9ഉം 7ഉം ആണെന്ന് കരുതുക. ഈ വീട്ടിൽ താമസിക്കുന്നവനെ പല രീതിയിലും നാട്ടുകാർ പറ്റിച്ചിട്ടുണ്ടാവും. ഇപ്പം പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടാവും. അതേസമയം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തിട്ട് പാർട്ട്ണർ പൈസ എല്ലാം കൊണ്ട് പോയിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് പല രീതിയിൽ, ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നില്ല, അപ്പൊ പറ്റിച്ചോണ്ട് പോകാനായിട്ട് പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും കാരണാൽ ഈ വ്യക്തിയെ നിരന്തരം പറ്റിച്ചോണ്ടിരിക്കാനുള്ള സാധ്യത വീടിനുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പിടിപ്പുകേടല്ല കാരണം, ഈ വീടിന്റെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നതാണ് കാരണം. ഒരുപാട് വീടുകൾ നമ്മൾ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് പറയുമ്പോഴത്തേക്ക് അവർ പറയും ലക്ഷങ്ങളും കോടികളും കിട്ടാണെന്ന് പറയും. അതിന്റെ പ്രധാന കാരണം അവർ പറഞ്ഞിട്ടല്ല നമ്മൾ പറയുന്നത്. ഈ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് അവരുടെ പ്രശ്നം അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം ഈ സ്റ്റാർ അവർക്ക് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് കടബാധ്യതകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് ഞാൻ ഒരു 4 കാരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്ന് സൗത്ത് വെസ്റ്റിന്റെ മിസ്സിങ്, ഒന്ന് സൗത്ത് ഈസ്റ്റിൽ ഉണ്ടാകാവുന്ന നിർമ്മിതികളുടെ പ്രശ്നങ്ങൾ, 2 വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് അവിടെ എൻട്രൻസിലോ അവർ കിടക്കുന്ന ബെഡ്റൂമിലോ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ വന്ന പശക്. അപ്പൊ ഇത് പ്രശ്നമുള്ള നക്ഷത്രങ്ങളെ ഉള്ളോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയുള്ള സ്റ്റാർ ഉണ്ട്, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള സ്റ്റാർ ഉണ്ട്. അങ്ങനെ പല എല്ലാ നക്ഷത്രങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ആ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച് അതാത് സ്ഥലങ്ങൾ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സൗഭാഗ്യത്തിലേക്ക് വരുന്നത്. സാറേ അപ്പൊ ഈ കാശുള്ളവരെല്ലാം ഈ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. ഒരു അടുത്ത ചോദ്യം ചോദിക്കാം. ഒരുപക്ഷെ അവർ അറിഞ്ഞോ അറിയാതെയോ ഈ നക്ഷത്രങ്ങളിലായിരിക്കും ബെഡ്റൂമും അവിടെ എൻട്രൻസും വന്നിട്ടുള്ളത്. എന്നാലും അവർക്കൊരു പോസിബിലിറ്റി ഉണ്ടാവും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ആ ഒരുപക്ഷെ അവരുടെ ടൈം ശരിയാണെന്നെങ്കിൽ അവർ കറക്റ്റ് സ്ഥലത്തായിരിക്കും കൊണ്ടുവച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഒരു ഇതുണ്ടാവും. ഇനി ഇത്തരത്തിൽ വന്നുപോയി, സാറേ എനിക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഒരു ബെഡ്റൂം ഉള്ളൂ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ സ്റ്റാറിനെ കണ്ടിട്ട് ഇതിനൊരു റെമഡി ചെയ്യും. അപ്പൊ ഇത് ഇപ്പൊ 5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഇതിന് എന്ത് റെമഡി ആണെന്ന് ഞാൻ പറയാം. 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് ഫംഗ്ഷനിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ടൂൾ എടുത്തിട്ട് അതിനകത്ത് ചില സാധനങ്ങൾ നിറച്ചിട്ട് ഈ സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഇവിടെ ഒരു പ്രശ്നം വന്നു, പറ്റിപ്പ്, കടബാധ്യത. അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സ്റ്റിൽ വാട്ടർ വെക്കുക, വെള്ളം വെക്കുക, ഒരു ബക്കറ്റിൽ വീടിന്റെ പുറത്ത് വെള്ളം വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബ്ലൂ റൈനോ എലിഫന്റിന്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് ഈ ഡയറക്ഷനിൽ നിന്നും പുറത്തേക്ക് നോക്കി വെക്കുക. അപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഫംഗ്ഷനിൽ അതിൻ്റെ ഒരു പരിഹാരവുമുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 എലമെന്റ് പഗോഡ ഉപയോഗിക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലൂ റൈനോ എലിഫന്റ് ഉപയോഗിക്കാം. ഇത് വന്നു, മിസ്സിങ് വന്നു, എന്താ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാം. സാറേ സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആണ്, വിവാഹ സംബന്ധമായിട്ട് തടസ്സമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോഗ്രാം ചെയ്ത മണ്ടീര ഡെക്സ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റിലോ അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റിലോ വെക്കാം. സാറേ പൈസ നിൽക്കുന്നില്ല, നമ്മളിലേക്ക് പൈസ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫെങ്ഷു എന്താണെന്ന് അറിയാനും അതിന്റെ ഒരു രുചി ഒന്ന് അറിഞ്ഞു നോക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും ഒരു സെറ്റിന്റെ സ്റ്റോണും ഒരു ഇൻഗോട്ടും കൂടെ വാങ്ങിച്ച് നിങ്ങളുടെ ക്യാഷ് ബോക്സിലോട്ട് വെച്ച് നോക്കൂ. അതിന്റെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ഫെങ്ഷുവിൽ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള പ്രശ്നവും അതിന്റെ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് പലർക്കും പല രീതിയിൽ ചെയ്യാം. ചിലർക്ക് ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇതിന്റെ ടൂളുകൾ വാങ്ങിച്ചു വെച്ച് സ്വയം ചികിത്സിക്കുന്നവരുണ്ട്. അവർക്ക് റിസൾട്ട് കിട്ടുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറമേ ഒരു മരുന്ന് തേച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ആ പ്രശ്നത്തിനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്, പുറമേ ഉള്ളതിനെ അല്ല. ചിലത് പുറമേ ഉള്ളതിനെ പരിഹരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയി പോകും, ടൂൾസ് വയ്ക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. എന്നിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടിട്ട് അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മഹത്തായ സയൻസ് ഉണ്ടെന്നും ഇത്തരത്തിൽ ചില കാര്യങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.